ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷവും പ്രിയങ്ക ഗാന്ധി പിന്നീട് നേടിയ 4,10,931 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷവും വർഗീയ വോട്ടായിരുന്നു. രാഷ്ട്രീയ നിലപാടുകളിൽ സ്ഥിരമായി മുസ്ലിം വിഷയം ഉന്നയിക്കുന്ന എ വിജയരാഘവനെ 2021 സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പാലക്കാട്ട് UDF വോട്ട് ചെയ്തവരെയും വർഗീയവാദികളാക്കിയ CPM വിജയരാഘവനെ തള്ളാൻ ഇടയില്ല. BJP ദേശീയ തലത്തിലുയർത്തിയ ആരോപണം CPIM പോളിറ്റ് ബ്യൂറോ നേതാവ് ഏറ്റുപറയുമ്പോൾ പാർട്ടി നിലപാടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, DYFI പ്രതിനിധി AK ഷാനിബ് എന്നിവരാണ്. ആദ്യം ഷിബു മീരാനിലേക്കാണ്. ഷിബു, ഇന്നിപ്പോൾ എ വിജയരാഘവന്റെ പ്രസംഗം കണ്ടല്ലോ. വിജയരാഘവൻ മുൻപും പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളിലും ഒരു മുസ്ലിം വിരോധം പ്രകടമാണ്. ഒരു ഘട്ടത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രതികരണത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ശാസിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിനകത്ത്. പക്ഷേ പിന്നീട് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട ശബ്ദമായി കാണുന്നുണ്ടോ? സ്മൃതി, അങ്ങനെ കാണാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഇന്നത്തെ ഈ പ്രസ്താവനയുടെ ഒരു സ്വഭാവം, ഇപ്പൊ ഈ സഖാവ് എ വിജയരാഘവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭൂലോക തോൽവി വിജയരാഘവനാകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം നേരത്തെ വഞ്ചൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ വന്നാൽ ഇപ്പം ഇന്ന് അദ്ദേഹം നടത്തുന്ന ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്ര നിങ്ങൾ കാണൂ, അതിൻ്റെ മുൻപിലും പുറകിലും നിങ്ങൾ കാണുന്നത് മുസ്ലിം തീവ്രവാദികളെ അല്ലേ എന്നാണ്. 2019 ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഇത് നടക്കുന്നത് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അമിത്ഷാ എന്നാണ്. ഇപ്പം നമ്മൾ ഈ സമീപകാലത്ത്, അതുകൊണ്ടാണ് ഞാനിത് ഒരു വിജയരാഘവന്റെ ഒറ്റപ്പെട്ട നിലപാടല്ല എന്ന് പറയാൻ എനിക്ക് ചില ന്യായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ CPM കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിനൊക്കെ ഇരുന്നിട്ട് മുച്ചീട്ട് കളിക്കുന്ന ചീട്ടുകളിക്കാരെ പോലെ അവരുടെ കയ്യിൽ പല കാർഡും ഉണ്ടാവും. രാജാവ് ഉണ്ടാവും, ആസ് ഉണ്ടാവും, റാണി ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ തരാതരം പോലെ മാറ്റി മാറ്റി കളിക്കുന്ന സാമർഥ്യമാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത്. സ്മൃതി, ഒരു വർഷം മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊരു വൈകാരികമായ അടുപ്പമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ യൂണിഫോം സിവിൽ കോഡ് പോലെ പലസ്തീൻ പോലെ ഏറ്റെടുത്ത് മലബാറിൽ സെമിനാർ സംഘടിപ്പിച്ച് അത്തരത്തിലൊരു വലിയ ഒരു മുസ്ലിം സഹതാപത്തിൻ്റെ രാഷ്ട്രീയം ഇവർ പയറ്റി നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവരുടെ അജണ്ട അതായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അടിമുതൽ മുടി വരെ CPMന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് അവരുടെ നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ അവിശ്വസനീയമായ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്ത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ വരികൾ ആരെഴുതി കൊടുത്തു എന്ന് ഇന്നും നമുക്കറിയില്ല. തൊട്ടു പിന്നാലെ ഈ നാട്ടിലൊക്കെ സജീവമായി നടക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മയെ മുൻനിർത്തിക്കൊണ്ട് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒരു പ്രചരണം നടത്തി. ഇന്നിപ്പോൾ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാതെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 6,20,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 6,22,000 മതവർഗീയവാദികൾ വയനാട്ടിൽ ഉണ്ട് എന്നാണ്. ഈ പ്രസ്താവന BJPയുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷെ CPMന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇത് പറയുമ്പോൾ, സമീപകാലത്ത് തുടർച്ചയായ ഇത്തരം പ്രസ്താവനകൾ CPMന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നേരത്തെ കളിച്ച മുസ്ലിം പ്രീണനത്തിൻ്റെ ആ കാർഡെടുത്ത് കീശയിൽ വെച്ചിട്ട് RSSനോട് കടം വാങ്ങിയ ഒരു കാവി നിറമുള്ള കാർഡ് സംസ്ഥാനം മുഴുവൻ BJP കളിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ തെളിവുകൾ നമ്മൾ എമ്പാടും കാണുകയാണ്. പാലക്കാട്ട് ആ പരസ്യത്തിൽ നമ്മളത് കണ്ടതാണ്, കാഫർ സ്ക്രീൻഷോട്ടിൽ നമ്മളത് കണ്ടതാണ്. അത് കുറെ കൂടി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സന്ദേശമാണ് വിജയരാഘവൻ നൽകുന്നത്. പക്ഷെ ഇതിന് ഗുണം ലഭിക്കുക ഒരിക്കലും CPMനാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ഷാനിബ് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഷാനിബ് ഇപ്പോൾ DYFIയിലേക്ക് എത്തിയേയുള്ളൂ, ഇടതുപക്ഷത്തിന്റെ കൈ പിടിച്ചേയുള്ളൂ. നേരത്തെ താങ്കൾ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തെയാണ് ഇപ്പോൾ വർഗീയവാദികളുടെ വോട്ട് നേടി വിജയിക്കുന്ന പാർട്ടിയായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയത്തെക്കുറിച്ചാണ് വിജയരാഘവന്റെ പ്രസംഗം, താങ്കളും കണ്ടിരിക്കും. എന്താണ് പ്രതികരണം? തന്നെ ഞാൻ പാർട്ടിക്കകത്ത് ഈ വിഷയം ഉൾപ്പെടെയുള്ള വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ.
കോൺഗ്രസിനകത്ത് നടക്കുന്ന SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും വഴങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവരായി കോൺഗ്രസ് മാറും എന്ന വസ്തുത ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ആ നിലപാടിൽ ഉറച്ചു നിന്നതും ഞാൻ പിന്നീട് DYFIയിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. എന്താണത്? അത് BJP മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ മതേതര കക്ഷികളും BJPയെ പരാജയപ്പെടാനുള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തോടൊപ്പം SPI ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളും ആ തീരുമാനത്തോടൊപ്പം ഇരുന്നു. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി UDFന് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്, അത് നമുക്ക് മനസ്സിലാവും. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു സഖ്യം ഉണ്ടാവുകയും ആ സഖ്യം പിന്നീട് ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ വളരെ വ്യക്തമായി കാണുന്ന സാഹചര്യം ഉണ്ടായി. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം SDPIയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം പാലക്കാട് ടൗണിൽ നടന്നു. UDF പ്രകടനം നടത്തുന്നതിന് മുമ്പ്, മറ്റ് സംഘടനകൾ പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDPIയുടെ നേതൃത്വത്തിലുള്ള പ്രകടനം പാലക്കാട് ടൗണിൽ നടന്നു. എങ്ങോട്ടാ പ്രകടനം നടക്കുന്നത്? അവിടെ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഇവർ പ്രകടനം നടത്തുന്നത് CPMന്റെ ഓഫീസിന് മുന്നിലേക്കാണ്. അപ്പൊ എന്ത് രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? CPMനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിൽ UDFന് അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി, കോൺഗ്രസിന് കേരളത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുമുള്ള രാഷ്ട്രീയ സഖ്യത്തിലേക്കും പോകാൻ ഒരു മടിയുമില്ലാത്തവരായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്ന കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഷാനിബ് ഇതിൽ SDPI പാലക്കാട് UDFനെ പിന്തുണച്ചു എന്നുള്ളത് രഹസ്യമല്ല. അത് അവർ അങ്ങോട്ട് പറഞ്ഞാണ്, ഞങ്ങൾ ഇത്തവണ UDFനാണ് വോട്ട് ചെയ്യുക എന്ന്. അതിലൊരു രഹസ്യമില്ല. പക്ഷേ SDPI വോട്ട് കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് ഷാനിബിനും അഭിപ്രായം ഉണ്ടാകില്ലല്ലോ. ഇതിപ്പോൾ വയനാട്ടിലെ കാര്യത്തിൽ പറയുന്നത്, വയനാട്ടിലെ ഇത്ര വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ജയിച്ചതും രാഹുൽ ജയിച്ചതും ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വമാണ് എന്ന് ആലോചിക്കണം. അവിടെ നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങൾ കൈപിടിക്കുന്ന നേതാക്കളാണ്. അവർ ഇവിടെ ജയിച്ചിരിക്കുന്നത് വർഗീയ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് BJP ആണ്. ദേശീയ തലത്തിൽ BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ആരോപണം അതിവിടെ ഏറ്റെടുക്കുന്നത് CPM ആണോ ഷാനിബ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മുൻപൊക്കെ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചിലപ്പോ SDPI വോട്ട് ചെയ്തിട്ടുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റു പല സംഘടനകളുടെയും വോട്ട് കിട്ടിയിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇതൊരു സഖ്യം എന്ന നിലയിൽ ഒരു മുന്നണി പ്രവർത്തിക്കുന്നത് പോലെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പ്രവർത്തിക്കുകയാണ്. SDPI പ്രവർത്തകരെ കണ്ട് പിന്നെ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുകയാണ്. കുഞ്ഞ നൌഷാദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച, തെരുവിൽ അടികൊണ്ട, തെരുവിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം നടത്തിയ കുഞ്ഞ നൌഷാദിനെ കൊന്നുകളഞ്ഞ SDPIക്കാരന്റെ തോളിൽ കൈയിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലകൾ ഒരുപാടുണ്ട്, നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത. ഷാനിബ്, ഇവിടെ RSS BJPക്ക് ഒരു മിനിറ്റ് ഷാനിബ്, ഇവിടെ RSS BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ ഷാനിബിന് എതിർപ്പില്ല. പക്ഷേ SDPI UDFന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് വലിയ പാതകമാണ് എന്ന രൂപത്തിൽ ഷാനിബ് അതിനെ കാണുകയാണ്. SDPI ഇവിടെ ന്യായീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ താങ്കൾ ഒരു താരതമ്യം നടത്തൂ. RSS BJPക്ക് വോട്ട് വയ്ക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല എന്ന് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? അല്ല, നിങ്ങൾ CPM അത് പറഞ്ഞു കേൾക്കുന്നില്ലെന്നേ. നിങ്ങൾക്കിവിടെ ആകെ SDPIയെ കുറിച്ച് മാത്രമാണ് കുറച്ചു കാലമായി പറയാൻ തിടുക്കം എന്നുള്ളതാണ്. അപ്പുറത്തേക്ക് പരാമർശമില്ല. ഇന്ന് നോക്കൂ ഷാനിബ്, ഇന്നത്തെ ദിവസം എടുത്തു നോക്കൂ ഷാനിബ്. ഇന്ന് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തിരുവനന്തപുരത്ത് അവിടുത്തെ ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നത് ഇവിടെ BJP ശക്തമാകുന്നു, ഭൂരിപക്ഷ വർഗീയത തിരുവനന്തപുരത്ത് പലയിടത്തും ശക്തമായി വേരോടുന്നു എന്ന ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പുറത്ത് നിങ്ങൾ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഷാനിബ്. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചർച്ചയ്ക്ക് വെക്കാത്തത്? ഇന്ന് MA ബേബിയുടെ പിന്നെ ഒരു പ്രസ്താവന പുറത്തു വരുന്നു, BJP തിരുവനന്തപുരത്ത് ശക്തി പ്രാപിക്കുന്നു എന്ന നിലപാട്. അതെന്താ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്? മനസ്സിലായില്ല. ഈ വിഷയം അങ്ങനെ ഇല്ല എന്ന് ഷാനിബ് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് വയനാട് നിന്ന് സംസാരിക്കുമ്പോൾ, മലബാറിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, CPMന്റെ പാർട്ടി സമ്മേളനത്തിൽ മലബാറിൽ നിന്ന് സംസാരിക്കുമ്പോൾ മലബാറിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയും
ശരി ഷാനിബ്, എനിക്ക് നമ്മൾ വിജയരാഘവന്റെ പ്രസംഗത്തിലേക്ക് പോകുമ്പോൾ ഷാനിബ്, വിജയരാഘവൻ നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾ ഷാനിബ് എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നു എനിക്ക് അറിയേണ്ടതുണ്ട്. ഷാനിബ്, ഇപ്പോൾ ഞാൻ വിജയരാഘവന്റെ ചില പ്രസ്താവനകൾ വായിക്കാം. താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ SDPI പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന പാലക്കാട്ടെ ചിത്രം താങ്കൾ ആവർത്തിച്ചു പറയുന്നു. പക്ഷേ വയനാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ച തിരഞ്ഞെടുപ്പാണ്. അവിടുത്തെ വയനാട്ടുകളിലെ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും അപമാനിക്കുന്ന പ്രസ്താവനയാണ് വിജയരാഘവൻ നടത്തിയത്. 2011 അദ്ദേഹം പറഞ്ഞ കാര്യം, പാണക്കാട് തങ്ങൾ വടക്കോട്ട് പോയാൽ കലാപം ഉറപ്പാണ്, അതിനുദാഹരണമാണ് കാസർഗോഡ് കലാപം എന്ന പ്രസംഗം. കുഞ്ഞാലിക്കുട്ടി തീവ്രവാദ ബന്ധമുള്ളവർക്ക് ലീഗിൽ അംഗത്വം നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് 2011 2021 ന്യൂനപക്ഷ വർഗീയത അല്പം കൂടുതൽ തീവ്രമാണ് എന്ന് പറഞ്ഞു. പിന്നീട് പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ തിരുത്തി. മലപ്പുറത്ത് ദേശീയപാത വിരുദ്ധ സമരം നടത്തുന്ന തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം പാണക്കാട് പോയത് മതാധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടുകെട്ട് ശക്തമാക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു. രമ്യ ഹരിദാസ് അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. ആ പെൺകുട്ടിയുടെ കാര്യം എന്താകുമെന്ന് താൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് 2019 എല്ലായിടത്തും അപ്പുറത്ത് മുസ്ലിം നാമധാരിയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമാണ്. അല്ല, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിലൊക്കെ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചതുമാണ്. ഓരോ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. എന്ന് കരുതി അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതാണോ ഈ ചർച്ചയുടെ കാതലായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ഷാനിബിന്റെ മനസ്സിലാക്കൽ പറയൂ, പാർട്ടിയുടെ നിലപാട് പറയൂ ഷാനിബ്. വിജയരാഘവന്റെ പ്രസ്താവന ശരിയാണോ? നിങ്ങൾ ഓരോ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ ആ പ്രസ്താവനയെ കുറിച്ച് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്ന്, ഏത് രാഷ്ട്രീയ സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ കുറിച്ച് പറയാൻ. അല്ലാതെ ഇപ്പൊ ഒരു പൊതുയോഗത്തിൽ ഒരു കാര്യം, ഒരു വിഷയം, ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ പൊതുയോഗത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് പറയുന്ന കാര്യവും പാർട്ടിയുടെ നിലപാടായി പാർട്ടി പറയുന്ന കാര്യവും തമ്മിൽ വലിയ വ്യത്യാസവും പിന്നെ അതിൽ വിശദീകരിക്കേണ്ടതായിട്ട് വരും. പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യം കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ കൂടുതൽ വ്യക്തതയോടുകൂടി പാർട്ടി നിലപാടായി പറയേണ്ടി വരും. പാർട്ടി നിലപാട് പറയുന്നത് വ്യക്തതയോടുകൂടി പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത്. ഇവിടെ ഒരു വയനാട് നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ മലബാറിനെ രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയതയെ കുറിച്ച് അദ്ദേഹത്തിന് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് MA ബേബി സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പറയേണ്ടി വരും. ഇത് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ കാര്യം വ്യക്തമാക്കിയാൽ മതി. വയനാട്ടിൽ രാഹുൽ ആയാലും പ്രിയങ്ക ആയാലും ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണ് എന്ന BJPയുടെ ആരോപണം CPIM ശരിവെക്കുന്നു ആണോ? 4 ലക്ഷത്തിൽ ചില്ലാനം വോട്ട് വർഗീയവാദികളുടെ വോട്ടാണ് എന്ന് ആണോ വിജയരാഘവൻ പറഞ്ഞതിന്റെ അർത്ഥം? വർഗീയവാദികളുടെ പിന്തുണ, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സംഘടനകളാണ് എന്ന നിലപാട് പ്രസംഗം കേട്ടോ? രാഹുൽ ഗാന്ധി അല്ലാതെ എങ്ങനെ ഡൽഹിയിലെത്താൻ എന്നാണ് ചോദിച്ചത്. എങ്ങനെ ഡൽഹിയിലെത്താൻ വർഗീയ വോട്ടില്ലെങ്കിൽ? അത് അദ്ദേഹത്തിൽ ആ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പൊതുയോഗത്തിലൊരു പ്രത്യേക പൊതുയോഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യില്ലേ ഷാനിബ്? അപ്പോൾ അവിടെ വിഷം കുത്തിവെക്കാമെന്നാണ്. പൊതുയോഗത്തിലാണോ വിഷം കുത്തിവെക്കേണ്ടത്? 4 ലക്ഷം വോട്ട് വർഗീയവാദികളുടെ വോട്ടാണെന്ന് സംബന്ധിച്ചാൽ ഈ തർക്കം അവസാനിക്കും. വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വർഗീയവാദികളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പാലക്കാട് വളരെ വ്യക്തമായിരുന്നു. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെയും പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സഖ്യം അല്ലെങ്കിൽ ആ ഐക്യപ്പെടൽ അതൊരു പരസ്യ മുന്നണി എന്ന നിലയിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്കും മറ്റു കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കും മാറുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് സൂചിപ്പിച്ചത്. രാജ്യത്താകെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം എത്രയുണ്ട്? രാജ്യത്താകെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം എത്രയുണ്ട്? അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എത്രയുണ്ട്? താങ്കൾ പറയുന്നതിന്റെ അപകടം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരപകടവുമില്ല. അത് സ്മൃതിയെ പോലെയുള്ള ആളുകൾ SDPI പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ മുഴുവൻ പറയുന്നതാണ് എന്നതിനെ വരുത്തി തീർക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. SDPI അല്ല വിജയരാഘവൻ ഇവിടെ വിഷയമാകുമ്പോൾ വിജയരാഘവൻ SDPI മാത്രമല്ല പറയുന്നത്.
SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള വർഗീയ സംഘടനകളെ തന്നെയാണ് പറയുന്നത്. അതിന് എത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും എത്ര തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം സംഭവിച്ചാലും SDPIയോടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള നിലപാട് അത് കർക്കശമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പാർട്ടിയുടെ നേതാക്കൾ നമ്മോട് ശരി. ഷിബു മീരാൻ വിജയരാഘവന്റെ നിലപാടിൽ, അതായത് ലീഗുമായി ബന്ധപ്പെട്ടായാലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടായാലും വിജയരാഘവന്റെ നിലപാടിൽ മാറ്റമില്ല. കാരണം തുടക്കം മുതൽ വിജയരാഘവൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നുകൂടുന്നു എന്ന് ഇപ്പോൾ CPM പറയുന്ന, CPM ഒന്നാകെ എടുത്തു പറയുന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിരമായി വിജയരാഘവൻ പറയാറുണ്ടായിരുന്നു. ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്നു എന്ന്. അന്ന് CPM അത് ഏറ്റെടുത്തില്ല. പിന്നീട് CPM മുസ്ലിം ലീഗിനെ ക്ഷണിക്കുക പോലും ചെയ്തു മുന്നണിയിലേക്ക്. അതിനുശേഷം ഇപ്പോൾ CPM ആകെ തന്നെ ആ നിലപാടിലേക്ക് എത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം അതൊരു ശരിയല്ലേ? അത് അങ്ങനെയൊരു ആരോപണം നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നില്ലേ? പിടിമുറുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ചയായ വിഷയമല്ലേ? സ്മൃതി, ഞാൻ മറുപടി പറയാം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ച ചുറ്റിത്തിരിഞ്ഞപ്പോൾ ലീഗ്, SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് വരികയാണല്ലോ. എൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയരാഘവൻ വയനാട്ടിലെ ഘോഷയാത്രകളെ കുറിച്ച് പറയുമ്പോൾ സമാനമായ രൂപത്തിൽ അമിത്ഷാ 2019 നടത്തിയ പ്രസ്താവന നമ്മുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന മട്ടിൽ ഇടതുപക്ഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഒന്നാവുന്നതിന് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന് ഇവിടെ ഒരു മറുപടിയും വന്നിട്ടില്ല. ചർച്ച ലീഗിലെ ഞാൻ മറുപടി പറയാം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്നാണല്ലോ സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സംഘടനയുടെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാം. അവർ സ്വതന്ത്ര പൂർവ്വ ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അവർക്കൊരു വിചിത്രമായ നിലപാടുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തകരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഒരു ഘട്ടം വരെ സ്വന്തം പ്രവർത്തകരെ സർക്കാർ ജോലി സ്വീകരിക്കുന്നതിൽ പോലും വിസമ്മതിച്ചവരാണ് അവർ. അടിയന്തരാവസ്ഥയിൽ ഇവർ നിരോധിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ രാജ്യത്ത് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ കൈകളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മഷി പുരട്ടുന്നത്. അന്ന് അവരെ നിരോധിച്ച കോൺഗ്രസിനെതിരായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ ആദ്യമായി കൈവിരലിൽ മഷി പുരട്ടിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് കൊടുത്തത് ഇടതുപക്ഷത്തിലാണ്. പിന്നെ കുറെ കാലം ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മൂല്യനിർണ്ണയം നടത്തി. മൂല്യത്തിന്റെ ത്രാസ് മിക്കവാറും കേരളത്തിൽ തൂങ്ങിയത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടായിരുന്നു. 2006 ആ നിലപാടിൽ നിന്ന് മാറി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അവർ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനും അവർക്കൊരു മറുപടിയുണ്ട്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തെക്കുറിച്ച് ശരിയാണ്, ദേശാഭിമാനിയിൽ മുഖപ്രസംഗം അടക്കം വന്നിട്ടുള്ളതാണ്. പക്ഷേ SDPI എന്നൊരു സംഘടന രൂപീകരിച്ച ശേഷം SDPI ഏത് രൂപത്തിലാണ് തീവ്ര നിലപാടെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. SDPIയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ, ഇതാണ് CPM പറയുന്നത്. SDPIയുടെ പിന്തുണ CPM സ്വീകരിച്ചത് പച്ചക്കള്ളാണ്. SDPI പിന്തുണയിൽ CPM ഈ കഴിഞ്ഞ കാലത്ത് പിന്നെ സ്മൃതിക്ക് ഓർമ്മയില്ല, ഈ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് SDPI പിന്തുണയിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് പദവി മുഴുവൻ ഞങ്ങൾ രാജിവെക്കും എന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ. പിന്തുണ വാങ്ങിയപ്പോഴല്ലേ അത് നിരാകരിക്കാൻ പോകേണ്ടി വന്നത്? അഭിമന്യുവിനെ കൊന്നതിന്റെ പിറ്റേ ദിവസമാണോ SDPI വർഗീയ സംഘടനയായത്? അല്ലല്ലോ. അവർക്ക് ആദ്യം മുതലേ അത്തരത്തിലുള്ള തീവ്രമായ നിലപാടുണ്ട്. ഇതിനെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത്, വിശേഷിച്ച് മലബാറിൽ ഇത്തരം സംഘടനകൾക്ക് മുഴുവൻ ലീഗിനെ തകർക്കാൻ പിന്തുണ കൊടുത്തത് ഇടതുപക്ഷമാണ്. ഇവിടെ ഇപ്പോൾ ഈ പൊതുയോഗം ഒറ്റൊരു വാക്ക് അതുകൂടി പറയാൻ, പൊതുയോഗത്തിലല്ല സ്മൃതി പ്രസംഗം നടക്കുന്നത്. ഈ പ്രസംഗം നടക്കുന്നത് വയനാട്ടിലെ CPMന്റെ ജില്ലാ സമ്മേളനത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സുഹൃത്തിന് പരിചയമില്ല, എനിക്ക് കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം പഴയ പരിചയമുണ്ട്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടായി സമ്മേളനങ്ങൾ നടക്കുക. ആ സമ്മേളനം CPMന്റെ നയം, അതിന്റെ പരിപാടി രൂപീകരിക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ പ്രസംഗം. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഈ പാർട്ടി കോൺഗ്രസ് പ്രവൃത്തിയായി 3-4 വർഷം CPM കളിക്കാൻ പോകുന്ന കാർഡ് RSSനോട് കടം കൊണ്ട ഈ കാർഡാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യർ വയനാട്ടിൽ വോട്ട് കൊടുത്തവർ 2019 ഇവിടെ ഇരിക്കുന്ന പ്രതിനിധി കോൺഗ്രസിന്റെ കൂടെയാണ്. മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെയാണ്. അന്നൊന്നും അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ SDPIക്കാരെ കണ്ടില്ലല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ ഈ നിലപാടിലേക്ക് ഇദ്ദേഹം വന്നത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. തരാതരം പോലെ ഇത് മാറും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ, SDPIയുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ അതൊക്കെ നല്ല ഗംഭീര. ജമാഅത്തെ ഇസ്ലാമിയുടെ SDPIയുടെ അല്ല, RSSന്റെ വോട്ട് വാങ്ങിയവരാ ഇവര്. 77 തെരഞ്ഞെടുപ്പ്. ഈ വോട്ടൊക്കെ ഇവർക്ക് കിട്ടിയാൽ സന്തോഷമാണ്, സ്വർഗാണ്. വോട്ട് മുഴുവൻ മുരത്ത വർഗീയവാദികളാണ്. സമയക്കുറവുണ്ട്, ഒറ്റ മിനിറ്റിൽ മറുപടി പറയാമോ?
ഷിബു മീരാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും SDPIയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ അഭിപ്രായം തന്നെയാണോ കോൺഗ്രസ് പാർട്ടിക്കും ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും ഉള്ളത് എന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും പൊതുമധ്യത്തിന് ഈ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ്. അവർ വർഗീയ സംഘടനയാണ്. RSSന് വളരാൻ വളം വിട്ടുകൊടുക്കുന്ന ഇസ്ലാമിസ്റ്റ് വർഗീയ സംഘടനയാണ്, മൗദൂദിസമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ RSSനെ ഇതിനെ മാത്രം പറഞ്ഞിരുന്നാൽ ഒരു ഭാഗത്തു കൂടി ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വരുന്നു എന്ന് ഞങ്ങളല്ല ആദ്യം പറഞ്ഞത്. ഇവിടുത്തെ സമസ്ത പോലെയുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സമസ്ത പോലെയുള്ള സംഘടന കൂടി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വരവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നു എന്നുള്ളത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇവിടെ പല തരത്തിൽ അവർ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചൂണ്ടി RSS വളരെ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ RSSനെ സഹായിക്കുന്ന BJPയെ സഹായിക്കുന്ന പ്രതികരണം ആണോ വിജയരാഘവൻ നടത്തിയെന്ന അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, AK ഷാനിബ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.